ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് കീഴ് ശിവക്ഷേത്രത്തേക്ക് പോകാൻ. നാളെ കീഴ് ശിവക്ഷേത്രത്തിന് ഉത്സവമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെ തന്നെ പോവാണ്. പിന്നെ നമ്മൾ ടൂ വീലറിലാണ് പോകുന്നത്. നമ്മൾ അമ്പലത്തിനടുത്ത് എത്താനായതുകൊണ്ട് ഞാൻ ഹെൽമെറ്റ് ഊരി വെച്ചു. നമ്മളെല്ലാവരും ഹെൽമെറ്റ് ഊരി വെച്ചു. പിന്നെ നമ്മൾ മോളടുത്ത് പറഞ്ഞത് പിന്നെ ആനനെ കാണിക്കണ്ടിട്ടാണ് ഞാൻ എന്നെ കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കാം. പിന്നെ തിരക്ക് രാവിലെ തന്നെ ആയത് അത്ര ഒന്നും തിരക്ക് കണ്ടിക്കില്ല. പിന്നെ ഉള്ളിലെത്തിയാലാണ് തിരക്ക് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാവുന്നത്. നമ്മൾ മോളൊന്നും അധികം അമ്പലത്തിൽ അമ്പലത്തിൽ വരത്തില്ല. പറഞ്ഞാൽ ചെറുപ്പത്തിൽ ചോറിന് സമയത്ത് വന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ അവൾക്ക് സുഖയിലെത്തിനാൽ അവൾ അഡ്മിറ്റ് ആയിന്. ഈ സമയത്ത് ഡിസംബർ മാസത്തിൽ സുഖയിലേനു. അപ്പോൾ മംഗലാപുരത്ത് അഡ്മിറ്റ് ആയിന്. ഇവയ്ക്കിപ്പോൾ എങ്ങനെ ആനനെ കാണിക്കണം. എന്തോ ഭാഗ്യത്തിൽ ആന അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു ആനേനെ. അപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെട്ടു, കാണാൻ കഴിഞ്ഞല്ലോ. അപ്പോൾ സാൻവി വന്നു. രണ്ടാമത്തെ ട്രിപ്പ് കഴിഞ്ഞ് സാൻവി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പിന്നെ നമ്മൾ പോയി. അമ്പലത്തിൽ നോക്കുമ്പോൾ ആളുണ്ടായിരുന്നു. പിന്നെ അത്ര തിരക്കാൻ പറയാനില്ല, പക്ഷെ ഉണ്ടായിരുന്നു. എപ്പോഴും ഉള്ള പോലത്തെ ആ തിരക്ക് കണ്ടില്ല, എന്നാലും ആളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിനുള്ളിൽ പോയി തൊഴുത്. ഈ അമ്പലത്തിൽ പറഞ്ഞാൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഉത്സവ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് ഒരുപാട് പിന്നെ ഇത് പൂജകളൊക്കെ കഴിപ്പിക്കാനുണ്ട്. എന്തെങ്കിലും ഷീറ്റ് ആക്കണ്ടിട്ടാണ് വിചാരിച്ചു. പക്ഷെ നമ്മൾ ആദ്യം തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു. അറിയുന്ന ആൾക്കാരോ അറിയാത്ത ആൾക്കാർ പറഞ്ഞ എല്ലാ നാട്ടുകാരും ഇങ്ങനെ വരും ഈ അമ്പലത്തിൽ ഉത്സവ സമയത്ത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ആ തിരക്ക് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം. അവിടെ പായസം ഉണ്ടായിരുന്നു. അത് വാങ്ങിയിട്ടാണ് നിന്നത്. അല്ലാത്ത കുറേ വഴിപാടുകളുണ്ടായിരുന്നു. നാഗപൂജ അങ്ങനത്തെ പറഞ്ഞ പല പൂജകൾ നമ്മൾ കഴിപ്പിച്ചിന്. അപ്പോൾ അതൊക്കെ നമുക്ക് 11 മണിക്കാണ് കിട്ടും. സാധനങ്ങൾക്ക് 11 മണിക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞ്. പിന്നിപ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പോൾ പിന്നെയും ഒന്നുകൂടി വീട്ടിൽ പോയിട്ട് തിരിച്ചു വരണം നമ്മൾ. അപ്പോൾ അതിനിടയിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യണം. പിന്നെ നെയ്യഭിഷേകമൊക്കെ അത് ആക്ച്വലി നാളെയാണ് കിട്ടും. അത് ഇന്ന് കിട്ടണില്ല. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് അത് വാങ്ങണം. ഇന്ന് ഉച്ചയ്ക്ക് 11 മണിക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ വാങ്ങണം. ഇതിപ്പോൾ വേറെ ഇത് പായസമാണ് നമ്മൾ വാങ്ങിയത്. 5 പായസം, 5 പേരിൽ 5 പായസം വാങ്ങി. അമ്മ, സുനേട്ട, പിന്നെ നമ്മൾ മൂന്നാൾക്കാരുടെ പേരിൽ അത് വാങ്ങി. അങ്ങനെ എല്ലാവരുടെ പേരിൽ വഴിപാട് കഴിച്ച് അമ്പലത്തിലേക്ക് നമ്മൾ ചുറ്റുപോയി. അമ്പലത്തിൽ ചുറ്റും എല്ലാവരും തൊഴുത് എല്ലാം കൂടി കഴിഞ്ഞിട്ട് വരുമ്പോഴേക്ക് ശരിക്കും വൈകി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ നടയിൽ നിന്ന് കുറഞ്ഞെല്ലാം ഇരുന്ന് അങ്ങനെയെല്ലാം കൂടി കഴിഞ്ഞിട്ട് വരുമ്പോഴേക്ക് പിന്നെ ആനനെ കാണിക്കണ്ടേ. ആനയില്ലെങ്കിൽ എനിക്ക് ഒരു രക്ഷയില്ലല്ലോ. ആന ഇപ്പം കാണിക്കും പിന്നെ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇന്നതായിരുന്നു. അപ്പോഴത്തേക്ക് ഓൾ പിന്നെ ആനൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ അവരെ എനിക്ക് തോന്നുന്നു പൂജയ്ക്ക് കൊണ്ടുപോകേണ്ടിട്ടാന്ന് തോന്നുന്നു. അവിടെ ചങ്കല കഴിച്ച് വെക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പോകുമ്പോഴേക്ക് ചങ്കല കഴിച്ച് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയും മോൾ ഇങ്ങോട്ട് വന്നു, പറയാൻ പറ്റില്ലല്ലോ ആന എത്ര സ്പീഡായിട്ട് വന്നാലൊക്കെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വേഗം അവൾ കാഴ്ച കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. നമുക്ക് കുട്ടികളെ കാണണോ, ഇല്ലെങ്കിൽ സൂന് മാത്രമേ കാണുന്ന കാഴ്ചയല്ലേ ഇതൊക്കെ. അപ്പോൾ നമ്മൾ നേരെ മുന്നിൽ ലൈവായിട്ട് ഇങ്ങനെ കാണണമെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. അമ്പലത്തിൽ വന്നത് എന്തെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കാണണമല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ ബാക്ക് സൈഡിൽ കൂടി അത് വന്നിട്ട് അങ്ങ് അമ്പലത്തിനുള്ളിൽ പോയി. അങ്ങനെ തൊഴിൽപ്പോയി. അങ്ങനെ നമ്മൾ തിരിച്ച് നടന്ന് വന്നു. പിന്നെ അത്രയും ദൂരമേ ഉള്ളൂ. അമ്പലത്തിന് വീട്ടിലേക്ക് അത്രയും ദൂരമേ ഉള്ളൂ. അപ്പോൾ പകുതി വരെ നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. ബാക്കി നമുക്ക് 2 വീലറിൽ പോയിട്ട് വീട്ടിലേക്ക് പോകുന്നവേ നമുക്ക് 2 വീലർ കിട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെ വരുമ്പോഴേക്ക് ഇതെന്തെല്ലാം കാണുന്ന കാഴ്ചകൾ. ഇവളുണ്ട് അടങ്ങുന്നുണ്ട്, അടങ്ങുന്നില്ല. ഇവൾ പറഞ്ഞ് ഇപ്പം തന്നെ ഇതിലൊക്കെ കളിക്കണോ, ടോയ്സ് വാങ്ങണം അങ്ങനെ പറഞ്ഞ് ഭയങ്കര വാശി പിടിച്ചു. വണ്ടിയിൽ ഭയങ്കര വാശി പിടിച്ചു. അപ്പോൾ എന്താക്കണം, ഒരു ഷോപ്പ് തുറന്നിക്കില്ലേനു. അവസാനം അവിടെ ഒരു ബലൂണിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും നമുക്ക് വാങ്ങി കയ്യിൽ പിടിച്ച് വീട്ടിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലാത്ത ചെറിയ ഷോപ്പുകൾ തുറന്നിട്ട് ബാക്കി ഷോപ്പുകളെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അവിടെ പറഞ്ഞാൽ എന്തെങ്കിലും വൈകുന്നേരം ഷോപ്പ് തുറക്കുമ്പോഴേക്ക് നമ്മൾ വീട്ടിലെത്തി ഗൈസ്. അവസാനം ഒരു ബലൂൺ വാങ്ങിന് അത് അവളെ കയ്യിൽ കൊടുത്തപ്പോൾ അവളെ ഹാപ്പി ആയി ഗൈസ്. അങ്ങനെ 4 മണിക്ക് പോയിട്ട് പിന്നെ പായസം വാങ്ങി ഗൈസ്.